തുടങ്ങാം സാർ, തുടങ്ങാം. എല്ലാവർക്കും സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചായിരുന്നു. നമ്മൾ അടുത്ത ടോപ്പിക്ക് പഠിക്കാൻ പോവാണ്. ഇന്ന് പഠിക്കുന്ന എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഒത്തിരി ക്വസ്റ്റ്യൻസ് വരുന്ന ഭാഗമാണ്. ഓക്കെ. ഒന്നാമത്തെ ചോദ്യം, ബൾബ് പ്രകാശിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ മാറ്റങ്ങൾ. ഓപ്ഷൻ എ, വൈദ്യുതോർജം യാന്ത്രികോർജം താപോർജമായിട്ട് മാറുന്നു. വൈദ്യുതോർജം പ്രകാശോർജം രാസോർജമാകുന്നു. വൈദ്യുതോർജം രാസോർജം പ്രകാശോർജമാകുന്നു. വൈദ്യുതോർജം പ്രകാശോർജം താപോർജമാകുന്നു. ഏതാണ് ഉത്തരം? ഓപ്ഷൻ ഡി ആണ്. എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതാണ് ഡാഷ്. പുനഃസ്ഥാപിക്കാൻ കഴിയുന്നത് LPG, ബയോഗ്യാസ്, CNG, LNG. നിങ്ങൾ ഉത്തരം വിളിച്ച് പറയരുത്, ടൈപ്പ് ചെയ്തിട്ട് മാത്രം ലാസ്റ്റ് ചോദിക്കുമ്പോൾ മാത്രം പറയണേ. എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ? ഏതാണ്? ഇതിന് മുന്നേ ഉള്ള ക്വസ്റ്റ്യൻ ഒന്ന് കാണിക്കാം. ഓക്കെ മിസ്, താങ്ക് യു. ഓക്കെ. രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഏതാ? പുനഃസ്ഥാപിക്കാൻ കഴിയുന്നത് ബയോഗ്യാസ് ആണ്. എന്താണ്? ഓക്കെ, അത് ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കിയിട്ട് നമുക്ക് നോക്കാം. പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന് ഉദാഹരണം. പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന് ഉദാഹരണം ടൈപ്പ് ചെയ്തിട്ടാൽ മതി. മണ്ണെണ്ണ, വിറക്, ന്യൂക്ലിയർ എനർജി, ചാണക വരളി. ഓപ്ഷൻ സി, ന്യൂക്ലിയർ എനർജി ശരിയാണ്. ഓക്കെ. എന്താണ് പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾ? പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾ, പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ, അതുപോലെ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾ, പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകൾ ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾ എന്ന് പറഞ്ഞാല് പരമ്പരാഗതമായിട്ട് പണ്ട് മുതലേ നമ്മുടെ പൂർവികർ മുതലേ നമ്മൾ ഉപയോഗിച്ചു വരുന്ന ഊർജ സ്രോതസ്സുകളാണ് പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. ഫോസിൽ ഇന്ധനങ്ങള്, ബയോമാസ്, ഹൈഡ്രോ ഇലക്ട്രിക് പവർ ഒക്കെ നമ്മൾ പണ്ട് മുതലേ ഉപയോഗിക്കുന്നതാണ്. ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് പറയുന്നത് പെട്രോളിയം, അത് പെട്രോളിയം ഉൽപ്പന്നങ്ങളായിട്ടുള്ള ഡീസല്, പെട്രോള്, മണ്ണെണ്ണ, ഇതൊക്കെ ഫോസിൽ ഇന്ധനങ്ങളാണ്. അതുപോലെ ബയോമാസിനകത്താണ് ഈ ചാണകവരളിയും വിറകും ഒക്കെ വരുന്നത്. അതുപോലെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ, നമ്മൾ ജലവൈദ്യുതി, ഇതെല്ലാം പണ്ട് മുതലേ ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾ എന്ന് പറയുന്നു. ഇപ്പോ പുതിയതായിട്ട് പരമ്പരാഗതമായിട്ട് ഉപയോഗിക്കാത്ത ഊർജ സ്രോതസ്സുകളെയാണ് പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. സോളാർ എനർജി, ടൈഡൽ എനർജി, ന്യൂക്ലിയർ എനർജി, വിൻഡ് എനർജി, ജിയോ തെർമൽ എനർജി, നമ്മൾ ഇപ്പോൾ പുതിയതായിട്ട് ഉപയോഗിച്ചു വരുന്ന എല്ലാ എനർജികളും പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന് ഉദാഹരണമാണ്. അപ്പൊ പണ്ട് മുതൽ ഉപയോഗിച്ചു വരുന്നത് എന്ന് പറയുമ്പോൾ ഫോസിൽ ഇന്ധനങ്ങൾ, ബയോമാസ്, ഹൈഡ്രോ ഇലക്ട്രിക് പവർ. പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ എന്ന് പറയുമ്പോൾ സോളാർ എനർജി, ടൈഡൽ എനർജി, ന്യൂക്ലിയർ എനർജി, വിൻഡ് എനർജി, ജിയോ തെർമൽ എനർജി, ഇതൊക്കെ പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന് ഉദാഹരണമാണ്. ഇനി നമ്മുടെ ഭൂമിയിൽ മുഖ്യമായിട്ടുള്ള ഊർജ സ്രോതസ്സുകൾ എന്ന് പറയുന്നത് കാറ്റ്, ജലം, തിരമാല, ബയോമാസ്, ബയോഗ്യാസ്, ഇതൊക്കെയാണ്. നമ്മൾ ഇതിൽ നിന്നുമാണ് പ്രധാനമായിട്ടും ഊർജം ഉത്പാദിപ്പിക്കുന്നത്. ഈ ഊർജ സ്രോതസ്സുകളെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്: പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവ, പുനഃസ്ഥാപിക്കാൻ സാധ്യമല്ലാത്തവ. പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവ, കഴിയാത്തവ. പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവ എന്ന് പറയുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റും, ഉപയോഗിക്കും തോറും തീർന്നു പോകുന്നില്ല എന്നുള്ളതാണ്. സൗരോർജം, ജലശക്തി, ബയോഗ്യാസ്, ബയോമാസ്, ഇതൊക്കെ പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവയാണ്. നമ്മൾ പറഞ്ഞ സോളാർ എനർജി, ടൈഡൽ എനർജി, ന്യൂക്ലിയർ എനർജി, ജിയോ തെർമൽ എനർജി ഒക്കെ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ രൂപത്തിനകത്ത് വരുന്നതാണ്. ഇനി പുനഃസ്ഥാപിക്കാൻ കഴിയാതെന്ന് പറയുമ്പോൾ ഫോസിൽ ഇന്ധനങ്ങളാണ് പ്രധാനമായിട്ടും അതിനകത്ത് വരുന്നത്. കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം തുടങ്ങിയ ഫോസിൽ ഇന്ധനങ്ങളാണ് പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ രൂപങ്ങൾക്കകത്ത് വരുന്നത്. ക്ലിയർ ആണോ? പുനഃസ്ഥാപിക്കാൻ കഴിയാത്തതിനകത്ത് വരുന്നത് കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം തുടങ്ങിയിട്ടുള്ള ഫോസിൽ ഇന്ധനങ്ങളാണ്. ഫോസിൽ ഇന്ധനങ്ങൾ അല്ലാത്തതൊക്കെ പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവയാണ്. ബയോമാസ് എന്ന് പറയുമ്പോൾ വിറക്, ചാണകവരളി, അതൊക്കെയാണ് ബയോമാസ് എന്ന് പറയുന്നത്. താഴെ പറയുന്നവയിൽ പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതും പരിസ്ഥിതി സൗഹൃദപരവുമായ ഊർജ രൂപം.
പവനോർജം, പ്രകൃതിവാതകം, തെർമൽ ഊർജം, ആണവോർജം. ഏതാണ് ഓപ്ഷൻ? ടൈപ്പ് ചെയ്തിടൂ. ക്വസ്റ്റ്യൻ പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതുമാണ്, പരിസ്ഥിതി സൗഹൃദപരമാണ്. പരിസ്ഥിതി സൗഹൃദപരം എന്ന് പറയുമ്പോൾ പ്രകൃതിക്ക് മലിനീകരണമൊന്നും ഉണ്ടാകാത്തതാണ്. ഓപ്ഷൻ എയും ബിയും ഒക്കെ പറയുന്നുണ്ട്. പവനോർജം എന്ന് പറയുന്നത് കാറ്റിൽ നിന്നുള്ള ഊർജ്ജമാണ്. പ്രകൃതിവാതകം എന്ന് പറയുന്നത് ഫോസിൽ ഇന്ധനമാണ്. പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതാണോ പ്രകൃതിവാതകം? അല്ല. തെർമൽ ഊർജം, ആണവോർജം. ഇതില് പ്രകൃതിക്ക് മലിനീകരണമൊന്നും ഉണ്ടാക്കാത്ത പ്രകൃതി സൗഹൃദപരമായിട്ടുള്ളത്, പരിസ്ഥിതി സൗഹൃദപരമായിട്ടുള്ളത് പവനോർജമാണ്. ഓപ്ഷൻ എ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. പാചകവാതകത്തിന് ഗന്ധം കിട്ടാനായി ചേർക്കുന്ന പദാർത്ഥം ഏത്? ഈഥൈൽ ആൽക്കഹോൾ, ഈഥൈൽ മെർക്യാപ്റ്റൻ, ബെൻസീൻ, നാഫ്തലിൻ. എല്ലാവർക്കും അറിയുന്ന ഉത്തരവാണ്. ഓപ്ഷൻ ബി ആണ് ഈഥൈൽ മെർക്യാപ്റ്റൻ. ഓക്കെ, ഈഥൈൽ മെർക്യാപ്റ്റൻ. CNG, LNG, LPG എന്നിങ്ങനെ 3 തരത്തിലുള്ള വാതക ഇന്ധനങ്ങളുണ്ട് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിന്റെ ഹൈഡ്രജൻ ഉണ്ട്, വാതക ഇന്ധനമാണ്, നമ്മൾ അത് ഉപയോഗിക്കുന്നില്ല. CNGയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്, ഇതിന്റെ ഫുൾ ഫോം എല്ലാം ഇമ്പോർട്ടന്റ് ആണ്, കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. LNG ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്. ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്. LPG ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. ഇതില് LPGയിലുള്ള പ്രധാന ഘടകം എന്ന് പറയുന്നത് ബ്യൂട്ടൈൻ ആണ്. LPGയിലെ പ്രധാന ഘടകം ബ്യൂട്ടൈൻ ആണ്. LNGയിലെയും CNGയിലെയും പ്രധാന ഘടകം എന്ന് പറയുന്നത് മീഥൈൻ ആണ്. ഓക്കെ, LPGയുടേത് ബ്യൂട്ടൈൻ, LNGയിലെയും CNGയിലേതും മീഥൈൻ. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. LPG എന്ന് പറയുന്നത് പെട്രോളിയത്തെ അംശിക സ്വേദനം ചെയ്യുമ്പോൾ കിട്ടുന്ന നിറമോ മണമോ ഇല്ലാത്ത വാതകമാണ്. പെട്രോളിയത്തിനെ അംശിക സ്വേദനം ചെയ്യുമ്പോൾ, അതിനെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് അംശിക സ്വേദനം. അപ്പൊ പെട്രോളിയത്തെ അംശിക സ്വേദനം ചെയ്യുമ്പോൾ കിട്ടുന്ന നിറമോ മണമോ ഇല്ലാത്ത വാതകമാണ് LPG എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഗാർഹിക LPGയില് വാതക ചോർച്ച തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നത് ഈഥൈൽ മെർക്യാപ്റ്റൻ ആണ്. അതെല്ലാവർക്കും അറിയാം. ഇനി LNGയും CNGയും എന്ന് പറയുന്നത് പെട്രോളിയത്തോടൊപ്പം ലഭിക്കുന്ന പ്രകൃതി വാതകത്തിൽ നിന്നുമാണ് നിർമ്മിക്കുന്നത്. ഓക്കെ, പെട്രോളിയത്തോടൊപ്പം ലഭിക്കുന്ന പ്രകൃതി വാതകത്തിൽ നിന്നുമാണ് LNGയും CNGയും നിർമ്മിക്കുന്നത്. LPG പെട്രോളിയത്തെ അംശിക സ്വേദനം ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. സംശയമുണ്ടോ? ഒന്നും കൂടി പറഞ്ഞുതരുമോ? പെട്രോളിയത്തോടൊപ്പം നമ്മള് ഫോസിൽ ഇന്ധനങ്ങളെല്ലാം ഭൂമിക്കടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്നതാണ് അല്ലെ. ഈ പെട്രോളിയം കുഴിച്ചെടുക്കുമ്പോൾ അതിന്റെ ഒപ്പം കിട്ടുന്ന ഒന്നാണ് പ്രകൃതി വാതകം എന്ന് പറയുന്നത്. ഈ പ്രകൃതി വാതകത്തിൽ നിന്നുമാണ് LNGയും CNGയും നിർമ്മിച്ചെടുക്കുന്നത്. പെട്രോളിയത്തിനെ അംശിക സ്വേദനം ചെയ്യുമ്പോഴാണ് LPG കിട്ടുന്നത്. ഇതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി LNGയും CNGയും എന്ന് പറയുന്നത് വാഹനങ്ങളിലും വ്യവസായശാലകളിലൊക്കെ തെർമൽ പവർ സ്റ്റേഷനുകളിലൊക്കെ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ CNG ഗ്യാസ് യൂസ് ചെയ്തിട്ടുള്ള വാഹനങ്ങളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ വാഹനങ്ങളിലും വ്യവസായശാലകളിലും തെർമൽ പവർ സ്റ്റേഷനിലും ഒക്കെ ഇന്ധനമായിട്ട് LNGയും CNGയും ഉപയോഗിക്കുന്നു. LPG നമ്മൾ പ്രധാനമായിട്ട് എന്തിനാ ഉപയോഗിക്കുന്നത്? വീട്ടില് ഗാർഹിക ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. വാഹനങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന വാതകം ഏത്? വാഹനങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന വാതകം ഏത്? ഇതിൽ തന്നിട്ടുള്ളതില് നൈട്രജൻ, ഹീലിയം, ഹൈഡ്രജൻ, ഓസോൺ. ഹൈഡ്രജൻ ആണ് അല്ലെ. ഏറ്റവും കലോറിക മൂല്യം കൂടിയ വാതകമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. വാഹനങ്ങളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്ന വാതകമാണ് ഏറ്റവും കലോറിക മൂല്യം കൂടിയതാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഈ പഠിപ്പിച്ച ഭാഗങ്ങളിൽ നിന്നൊക്കെ ഒത്തിരി ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാം. പുനഃസ്ഥാപിക്കാൻ സാധിക്കാത്തവ അതിൽ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. സൂര്യഗ്രഹണം നടക്കുന്നത് എപ്പോൾ? സൂര്യഗ്രഹണം നടക്കുന്നത് എപ്പോൾ? സൂര്യൻ ചന്ദ്രനും ഭൂമിക്കും ഇടയിൽ വരുമ്പോൾ, ഭൂമി ചന്ദ്രനും സൂര്യനും ഇടയിൽ വരുമ്പോൾ, ചന്ദ്രൻ സൂര്യനും ഭൂമിക്കും ഇടയിൽ വരുമ്പോൾ, ചന്ദ്രനും സൂര്യനും ഭൂമിയും നേർരേഖയിൽ വരാത്തപ്പോൾ. എന്തെങ്കിലും സംശയമുണ്ടോ ആർക്കെങ്കിലും? ലക്ഷ്ന, എന്തെങ്കിലും സംശയമുണ്ടോ?
ഇല്ല മിസ്സേ. ഓക്കെ, ഏതാ ഉത്തരം? ഏതാ? ബിയും സിയും പറയുന്നുണ്ട്. ബി ആണോ സി ആണോ? ഓപ്ഷൻ സി ആണ്. ചന്ദ്രൻ സൂര്യനും ഭൂമിക്കും ഇടയിൽ വരുമ്പോഴാണ്. അപ്പൊ സൂര്യഗ്രഹണം എന്താണെന്ന് നോക്കുക. ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഗ്രഹണം എന്ന് പറയുന്നത് ഒരു ആകാശഗോളത്തിന്റെ സാമീപ്യത്താൽ മറ്റൊരു ആകാശ വസ്തു സൂര്യനിൽ നിന്നും മറയ്ക്കപ്പെടുന്നതിനെയാണ് ഗ്രഹണം എന്ന് പറയുന്നത്. ഒരു ആകാശഗോളത്തിന്റെ സാമീപ്യത്താൽ മറ്റൊരു ആകാശ വസ്തു സൂര്യനിൽ നിന്നും മറയ്ക്കപ്പെടുന്നതിനെയാണ് ഗ്രഹണം എന്ന് പറയുന്നത്. സൂര്യനും ചന്ദ്രനും ഭൂമിയും നേർരേഖയിൽ ഒരു നിശ്ചിത അകലത്തിൽ വരുമ്പോഴാണ് ഗ്രഹണം സംഭവിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കും. സൂര്യനും ചന്ദ്രനും ഭൂമിയും നേർരേഖയിൽ ഒരു നിശ്ചിത അകലത്തിൽ വരുമ്പോഴാണ് ഗ്രഹണം സംഭവിക്കുന്നത്. നമ്മുടെ മനുഷ്യ ജീവിതത്തെ സ്വാധീനിക്കുന്ന 2 തരത്തിലുള്ള ഗ്രഹണങ്ങളാണുള്ളത്, സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും. സൂര്യഗ്രഹണം നടക്കുന്നത് കറുത്ത വാവ് അല്ലെങ്കിൽ അമാവാസി ദിവസങ്ങളിലായിരിക്കും. കറുത്ത വാവ് അല്ലെങ്കിൽ അമാവാസി ദിവസങ്ങളിലാണ് സൂര്യഗ്രഹണം നടക്കുന്നത്. വെളുത്ത വാവ് പൗർണമി ദിവസങ്ങളിലാണ് ചന്ദ്രഗ്രഹണം നടക്കുന്നത്. കറുത്ത വാവ് അമാവാസി ദിവസങ്ങളിൽ സൂര്യഗ്രഹണം നടക്കുന്നു. വെളുത്ത വാവ് പൗർണമി ദിവസങ്ങളിൽ ചന്ദ്രഗ്രഹണം നടക്കുന്നു. ഓക്കെ, ഇനി ഈ സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണവും നമുക്ക് നോക്കാം. സൂര്യനും ഭൂമിക്കും മധ്യത്തിലായിട്ട് ചന്ദ്രൻ വരുമ്പോഴാണ് സൂര്യഗ്രഹണം നടക്കുന്നത്. സൂര്യഗ്രഹണം നടക്കുന്ന എപ്പോഴാണ്? സൂര്യനും ഭൂമിക്കും മധ്യത്തിലായിട്ട് ആര് വരുമ്പോ? ചന്ദ്രൻ വരുമ്പോൾ. സൂര്യനും ഭൂമിക്കും ഇടയിലായിട്ട് ചന്ദ്രൻ വരുമ്പോൾ. രണ്ടാമത്തെ ഫിഗർ ഈ MS എന്ന് നമുക്ക് പഠിക്കാം. എർത്തിനും സണ്ണിനും ഇടയിൽ മൂൺ വരുന്നത്. എർത്തിനും സണ്ണിനും ഇടയിൽ മൂൺ വരുന്നതാണ് എന്തെന്ന് പറയുന്നത്? സൂര്യഗ്രഹണം എന്ന് പറയുന്നത്. ഇനി ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത് നമുക്ക് MES എന്ന് പഠിക്കാം. MES. സൂര്യനും ചന്ദ്രനും ഇടയിലായിട്ട് ഭൂമി വരുമ്പോഴാണ് എന്ത് നടക്കുന്നത്? ചന്ദ്രഗ്രഹണം നടക്കുന്നത്. അല്ലെങ്കിൽ സെന്ററില് മൂൺ വരുമ്പോൾ സൂര്യഗ്രഹണവും സെന്ററില് എർത്ത് വരുമ്പോൾ ചന്ദ്രഗ്രഹണവും നടക്കുന്നു. ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. താഴെ പറയുന്നവയിൽ സൂര്യഗ്രഹണവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? തെറ്റായത് ഏത്? ഇപ്പം ചന്ദ്രഗ്രഹണ സൂര്യഗ്രഹണത്തിന് സ്ക്രീൻ ഒന്ന് കാണിക്കാം. ഓക്കെ, താഴെ പറയുന്നവയിൽ സൂര്യഗ്രഹണവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? സൂര്യനോടൊപ്പം ചന്ദ്രനും ഉദിക്കുന്നു. സൂര്യനും ഭൂമിക്കും ഇടയിലാണ് ചന്ദ്രന്റെ സ്ഥാനം. അമാവാസിയിലാണ് സൂര്യഗ്രഹണം നടക്കുന്നത്. സൂര്യാസ്തമയ സമയത്താണ് ചന്ദ്രൻ ഉദിക്കുന്നത്. ഏതാ? ഓപ്ഷൻ ഡി ആണ് അല്ലെ. നമുക്കറിയാം സൂര്യനും ചന്ദ്രനും ഭൂമിയും എല്ലാം ഒരേ സമയത്ത് നേർരേഖയിൽ വരുമ്പോഴാണ്. അപ്പോൾ എല്ലാം ഒരുമിച്ചാണ് ഉദിക്കുന്നത്. സൂര്യാസ്തമയ സമയത്തല്ല ചന്ദ്രൻ ഉദിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ഏത്? ഈ സൂര്യഗ്രഹണവുമായി ബന്ധപ്പെട്ട് ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഞാൻ ഒരെണ്ണം മാത്രമേ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളൂ. അത് നന്നായിട്ട് പഠിക്കണം. സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ ഒത്തിരി ക്വസ്റ്റ്യൻ വരും. ഇനി നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ഏതാ? ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ. ഏതാ? ഇതിന്റെ ഉത്തരമാണ് ഓപ്ഷൻ ഡി ടൈപ്പ് ചെയ്യുന്നത്. സി അടിക്കുന്നുണ്ട്. ശുക്രനാണ്. ഓക്കെ, സൂര്യന്റെ ഏറ്റവും അടുത്തുള്ള ഗ്രഹം ഏതാ? ബുധൻ. പക്ഷേ എന്തുകൊണ്ടാണ് ശുക്രൻ ഏറ്റവും ചൂട് കൂടുതലായത്? സാധാരണ ഏറ്റവും അടുത്തുള്ളതിനാണല്ലോ ചൂട് കൂടുതൽ വരേണ്ടത്. ബുധനല്ലേ ഏറ്റവും അടുത്തുള്ളത്. പിന്നെ എന്തുകൊണ്ടാണ് ശുക്രന് ഏറ്റവും കൂടുതൽ ചൂട് കൂടുതലുള്ള ഗ്രഹമായത്? കാർബൺ ഡൈ ഓക്സൈഡ് ധാരാളം. ഉത്തരം ശുക്രനാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ധാരാളം ഉണ്ട് എന്നുള്ളതല്ല. ബുധന് അന്തരീക്ഷം ഇല്ല. ബുധന് അന്തരീക്ഷം ഇല്ലാത്തത് കൊണ്ടാണ്. ഓക്കെ, ബുധൻ അന്തരീക്ഷം ഇല്ലാത്തത് കൊണ്ടാണ് ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ശുക്രനായത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ശരിയായ ക്രമം ഏത്? ഗാലക്സി, സൗരയൂഥം, സൂര്യൻ, ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ. ബുധനല്ലേ അന്തരീക്ഷം ഇല്ലാത്തത്. അന്നേരം ശുക്രൻ എങ്ങനെ ചൂട് കൂടുന്നേ? ബുധന് അന്തരീക്ഷം ഇല്ലാത്തത് കൊണ്ട്
ചൂടില്ല, ചൂട് കുറവാണ്. അന്തരീക്ഷം ഉണ്ടെങ്കിൽ അവിടെ വാതകങ്ങൾ ഉണ്ടാകുള്ളൂ. വാതകങ്ങൾ ഉണ്ടെങ്കിൽ ചൂടുണ്ടാവുള്ളൂ, ചൂട് കൂടുള്ളൂ. ബുധൻ കഴിഞ്ഞാൽ വരുന്ന ശുക്രനാണ്. ശുക്രൻ അന്തരീക്ഷം ഉണ്ട്, അതുകൊണ്ടാണ് ബുധനേക്കാളും ചൂട് കൂടുതൽ ശുക്രനാകുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഓക്കെ, ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇങ്ങനത്തെ സംശയങ്ങൾ വരാറുണ്ട്, അതുകൊണ്ടാണ് അത് എടുത്തു പറഞ്ഞത്. ശരിയായ ക്രമം ഏത്? ഗാലക്സി, സൗരയൂഥം, സൂര്യൻ, ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ. ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ, സൂര്യൻ, സൗരയൂഥം, ഗാലക്സി. സൗരയൂഥം, ഗാലക്സി, സൂര്യൻ, ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ. ഉപഗ്രഹങ്ങൾ, ഗ്രഹങ്ങൾ, സൗരയൂഥം, സൂര്യൻ, ഗാലക്സി. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ എല്ലാവരും ടൈപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഗാലക്സിയാണ് ഏറ്റവും വലുത്. നമ്മുടെ ഗാലക്സി ഏതാണ്? ആകാശഗംഗയാണ്. ആകാശഗംഗ, മിൽക്കി വേ ഗാലക്സിയാണ് നമ്മുടെ ക്ഷീരപഥം ഗാലക്സിയാണ്. ക്ഷീരപഥമാണ്, മിൽക്കി വേ ആണ്. ആകാശഗംഗ എന്നുള്ളത് പ്രാചീനർ, പൂർവികർ വിളിച്ചിരുന്ന പേരാണ് ആകാശഗംഗ എന്ന് പറയുന്നത്. ഗാലക്സി, നമ്മുടെ ഗാലക്സിയിൽ വരുന്നതാണ് സൗരയൂഥം എന്ന് പറയുന്നത്. സൗരയൂഥത്തിൽ ഏക നക്ഷത്രമാണ് സൂര്യൻ. സൂര്യനെ ചുറ്റുന്ന എത്ര ഗ്രഹങ്ങളുണ്ട്? 8 ഗ്രഹങ്ങളുണ്ട്. അവയെ ചുറ്റുന്ന ഉപഗ്രഹങ്ങളുണ്ട്. ഇതാണ് അതിന്റെ യഥാർത്ഥ ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. താപമേറിയ പ്രകാശപൂർണമായ വാതകങ്ങളാൽ രൂപം കൊണ്ടിരിക്കുന്ന സീമാകാരമായ വസ്തു. ഗ്രഹം, ചിഹ്നഗ്രഹം, ധൂമകേതു, നക്ഷത്രങ്ങൾ. നക്ഷത്രങ്ങളാണ്. താപമേറിയ പ്രകാശപൂർണമായ വാതകങ്ങളാൽ രൂപം കൊണ്ടിരിക്കുന്ന സീമാകാരമായ വസ്തു എന്ന് പറയുന്നത് നക്ഷത്രങ്ങളാണ്. ഓക്കെ, നമ്മുടെ നക്ഷത്രങ്ങളുടെ അകക്കാമ്പിൽ നടക്കുന്ന രാസപ്രവർത്തനം എന്ന് പറയുന്നത് അണുസംയോജനമാണ്, ന്യൂക്ലിയർ ഫ്യൂഷൻ. അണുസംയോജനമാണ് നക്ഷത്രങ്ങളുടെ അകക്കാമ്പിൽ നടക്കുന്ന രാസപ്രവർത്തനം. ചോദിച്ചിട്ടുണ്ട്. ഇനി ഗ്രഹങ്ങള് സൂര്യനിൽ നിന്നുള്ള അകലത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം ഏറ്റവും അടുത്തുള്ള ഗ്രഹം ബുധനാണ്. ഏറ്റവും അകലെയുള്ള ഗ്രഹം ഏതാ? നെപ്റ്റ്യൂൺ ആണ്. ഏറ്റവും അകലെയുള്ളത് നെപ്റ്റ്യൂൺ ആണ്. അപ്പൊ ഏറ്റവും അടുത്തുള്ളത് ബുധൻ, അത് കഴിഞ്ഞ ശുക്രൻ, ഭൂമി, ചൊവ്വ. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ഇവയെ ബാഹ്യഗ്രഹങ്ങളെന്നും അന്തർഗ്രഹങ്ങളെന്നും പറഞ്ഞ് രണ്ടിടത്ത് തരം തിരിച്ചിട്ടുണ്ട്. അന്തർഗ്രഹങ്ങൾ ഏതൊക്കെയാ വരുന്നേ? ഭൂമി, ബുധൻ, ശുക്രൻ. ആദ്യത്തെ നാലെണ്ണം അന്തർഗ്രഹങ്ങളാണ്. ലാസ്റ്റ് വരുന്ന 4 എണ്ണത്തെ ബാഹ്യഗ്രഹങ്ങൾ എന്നാണ് പറയുന്നത്. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ ഇവ അന്തർഗ്രഹങ്ങളാണ്. ചോദിച്ചിട്ടുണ്ട്. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ ഇവയെ അന്തർഗ്രഹങ്ങളെന്നും വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ ഇവയെ ബാഹ്യഗ്രഹങ്ങൾ എന്നുമാണ് പറയുന്നത്. ഇതിൽ ഏറ്റവും ലാസ്റ്റിലുള്ള 2 എണ്ണത്തിന് യുറാനസിനെയും നെപ്റ്റ്യൂണിനെയും ഹിമഭീമന്മാർ എന്നും പറയുന്നുണ്ട്. യുറാനസിനെയും നെപ്റ്റ്യൂണിനെയും ഹിമഭീമന്മാർ എന്നും പറയുന്നുണ്ട്. ഇനി ഏറ്റവും വലിപ്പമുള്ള ഗ്രഹം ഏതാ? ഏറ്റവും വലിയ ഗ്രഹം ഏതാ? വ്യാഴം ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും ചെറിയ ഗ്രഹം ബുധൻ. വലിപ്പത്തിൽ ഭൂമി എത്രാം സ്ഥാനത്താ? 5ാം സ്ഥാനം. ഇതൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്കിനി വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ പഠിക്കാം. ഏറ്റവും വലുത് വ്യാഴം. ഏതാണ്? അന്തർഗ്രഹങ്ങൾ എന്ന് പറയാമോ? അന്തർഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ആദ്യത്തെ 4 എണ്ണം. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ. വ്യാഴം അല്ല, ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ ഇത്രയാണ് അന്തർഗ്രഹങ്ങൾ വരുന്നത്. ഓക്കെ, ഇനി വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. ബാഹ്യഗ്രഹങ്ങൾ 4 എണ്ണം ആദ്യം വരും. അതായത് വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. വ്യാഴമാണ് ഏറ്റവും വലുത്. അത് കഴിഞ്ഞ ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. അത് കഴിഞ്ഞാൽ വരുന്നത് ഭൂമിയാണ്. ഭൂമി, ശുക്രൻ, ചൊവ്വ. സ്പീഡ് കൂടുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയില്ല. ഓക്കെ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ ആണ് ഗ്രഹങ്ങളുടെ വലിപ്പത്തിൽ ആദ്യം വരുന്ന 4 എണ്ണം, ഏറ്റവും വലിയ 4 എണ്ണം. അത് കഴിഞ്ഞാൽ വരുന്നതാണ് ഭൂമി, ശുക്രൻ, ചൊവ്വ, ബുധൻ.
ഭൂമി, ശുക്രൻ, ചൊവ്വ, ബുധൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ. ഓക്കെ, നിങ്ങൾ പഠിച്ചതാണ്, അതുകൊണ്ടാണ് ഇത് കൂടുതലായിട്ട് പറയാത്തത്. തിളങ്ങുന്ന ഗ്രഹം ശുക്രനാണോ? ചുവന്ന ഗ്രഹം ഏതാ? ചുവന്ന ഗ്രഹം ചുവന്ന അല്ല, ഏതാ? ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത്? തിളങ്ങുന്ന ഞാൻ ചോദിച്ചത്. തിളങ്ങുന്ന ഗ്രഹം ഏതാ? ശുക്രൻ. ശുക്രൻ തന്നെയാണ്. ഓക്കെ, മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം മംഗൾയാൻ, ചന്ദ്രയാൻ 1, ഗഗൻയാൻ, ചന്ദ്രയാൻ 2. ഗഗൻയാൻ ആണ് മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം, ഗഗൻയാൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ജൂലൈ 21 പ്രാധാന്യം. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തി. മനുഷ്യന്റെ ആദ്യത്തെ ബഹിരാകാശ യാത്ര. ഇന്ത്യക്കാരനായ രാകേഷ് ശർമ്മയുടെ ബഹിരാകാശ യാത്ര. ഇതൊന്നുമല്ല. ഏതാണ്? ജൂലൈ 21 പ്രാധാന്യം. മനുഷ്യൻ ആദ്യമായിട്ട് ചന്ദ്രനിൽ കാല് കുത്തി. മനുഷ്യൻ ആദ്യമായിട്ട് ചന്ദ്രനിൽ ഇറങ്ങിയത് 1969 ജൂലൈ 21 1969 ജൂലൈ 21 ആദ്യമായിട്ട് ചന്ദ്രനിൽ ഇറങ്ങിയത്. നീലാംസ്ട്രോങ്ങും എഡ്വിൻ ആൻഡ്രിൽ ഇവരാണ് എന്ത് ചെയ്തത്? ആദ്യമായിട്ട് ചന്ദ്രനിൽ ഇറങ്ങിയത്. നീലാംസ്ട്രോങ്, എഡ്വിൻ ആൻഡ്രിൽ. മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കിയ വാഹനം ഏതാ? അപ്പോളോ 11. അപ്പോളോ 11 മനുഷ്യൻ ആദ്യമായിട്ട് ചന്ദ്രനിൽ ഇറക്കിയ വാഹനം. ചാന്ദ്രദിനം, മനുഷ്യൻ ആദ്യമായിട്ട് ചന്ദ്രനിൽ ഇറങ്ങിയത് ജൂലൈ 21. നമ്മൾ ചാന്ദ്രദിനമായിട്ട് ആചരിക്കുന്നതും ജൂലൈ 21. ഓക്കെ, ഇനി ചന്ദ്രയാൻ 1 ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്ര പരിവേഷണ ദൗത്യമാണ് ചന്ദ്രയാൻ 1 എന്ന് പറയുന്നത്. ആദ്യമായിട്ട് ചന്ദ്രനിലോട്ട് അയച്ച പേടകമാണ് ചന്ദ്രയാൻ 1 എന്ന് പറയുന്നത്. വിജയിച്ചോ? ഇല്ല ഇല്ല ഇല്ല. ചന്ദ്രയാൻ 1 വിജയിച്ചില്ലേ? ചന്ദ്രയാൻ 1 വിജയിച്ചു. ഓക്കെ, ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്ര പരിവേഷണ ദൗത്യമാണ്. വർഷം 2008 ഒക്ടോബർ 22 ഇത് വിക്ഷേപിച്ചത്. ഓക്കെ, 2008 ഒക്ടോബർ 22 ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത്. ഇതിന്റെ വാഹനം ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും ചോദിക്കുന്നതാണ്. PSLV C11. PSLV C11 ആണ് ചന്ദ്രയാൻ 1 വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത്. PSLV C11 ആണ് ചന്ദ്രയാൻ 1 വിക്ഷേപണ വാഹനം. ഈ PSLVയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ആണ് PSLVയുടെ ഫുൾ ഫോം. ഭാരതത്തിന്റെ ത്രിവർണ്ണ പതാകയുമായിട്ട് ചന്ദ്രോപരിതലത്തിൽ പതിച്ച ചന്ദ്രയാനിലെ പേടകം മൂൺ ഇമ്പാക്ട് പ്രോബ്. ഇതാണ് നമ്മുടെ ദേശീയ പതാകയുമായിട്ട് ചന്ദ്രോപരിതലത്തിൽ പതിച്ച ചന്ദ്രയാനിലെ പേടകം മൂൺ ഇമ്പാക്ട് പ്രോബ് 2008 നവംബർ 14 വിക്ഷേപിച്ചത് 2008 ഒക്ടോബർ 22 ഇത് ചന്ദ്രനിലെത്തിയത് 2008 നവംബർ 14 ഈ ചന്ദ്രയാൻ 1 എന്ന് പറയുന്നത് വിജയമായിരുന്നു കേട്ടോ. അടുത്ത ചോദ്യം. ചന്ദ്രയാൻ 2 ദൗത്യത്തിന്റെ ഭാഗമായി ചന്ദ്രോപരിതലത്തിൽ പരിവേഷണത്തിനയച്ച വാഹനം ഏത്? ഓർബിറ്റർ, GSLV MK3, പ്രഖ്യാൻ റോവർ, വിക്രം ലാൻഡർ. ഏതാണ്? വിക്രം ലാൻഡർ. ഓക്കെ, പ്രഖ്യാൻ റോവർ ആണ് വാഹനം എന്ന് പറയുന്നത്. അടുത്ത ലാൻഡർ ആണ്, ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ലാൻഡർ. റോവർ ആണ് വാഹനം, അവിടെ മൂവ് ചെയ്യുന്ന ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി മൂവ് ചെയ്യുന്ന വാഹനം പ്രഖ്യാനാണ്. ഓക്കെ, ചന്ദ്രയാൻ 2 ദൗത്യത്തിന്റെ ഭാഗമായിട്ട് ചന്ദ്രോപരിതലത്തിൽ പരിവേഷണത്തിന് അയച്ച വാഹനം പ്രഖ്യാൻ റോവർ ആണ്. പ്രഖ്യാൻ ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഇനി ചന്ദ്രയാൻ 2 ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര പരിവേഷണ ദൗത്യമാണ് ചന്ദ്രയാൻ 2. 2019 ജൂലൈ 22 വിക്ഷേപിച്ചത്. ഇത് വിജയിച്ചോ? ഇത് ഭാഗികമായ വിജയമായിരുന്നു. അവിടെ എത്തി, പക്ഷെ എന്ത് ദൗത്യത്തിനാണോ അയച്ചത് അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചന്ദ്രയാൻ 2 പറ്റിയില്ല. ഭാഗികമായ വിജയമായിരുന്നു. കൃത്യമായിട്ട് അവിടെ
എത്തി, ലാൻഡ് ചെയ്ത്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റിയില്ല, ഉദ്ദേശിച്ച് നമ്മൾ എന്ത് ദൗത്യത്തിനാണോ അയച്ചത് അത് നടന്നില്ല. ഭാഗികമായ വിജയമായിരുന്നു. അപ്പൊ ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമായിരുന്നു. 2019 ജൂലൈ 22-നാണ് അത് വിക്ഷേപിക്കുന്നത്. GSLV MK3M1. MK എന്ന് പറയുന്നത് മാർക്കാണ്, മാർക്ക് 3M1 എന്നുള്ളതാണ്. GSLV MK3M1 ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുണ്ട്. GSLVയുടെ ഫുൾ ഫോം ജിയോ സിങ്ക്രണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. ജിയോ സിങ്ക്രണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ആണ്. ഇതിന് യൂസ് ചെയ്ത ലാൻഡർ വിക്രം റോവർ പ്രഖ്യാൻ. ലാൻഡർ വിക്രം റോവർ പ്രഖ്യാൻ. ഇനി ചന്ദ്രയാൻ 3. ചന്ദ്രയാൻ 3 എന്ന് പറയുന്നത് ഇന്ത്യയുടെ മൂന്നാമത്തെ ചാന്ദ്ര പര്യവേക്ഷണ ദൗത്യമാണ്. 2023 ജൂലൈ 14-നാണ് ഇത് വിക്ഷേപിക്കുന്നത്. ഇന്ത്യയുടെ മൂന്നാമത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമാണ്. 2023 ജൂലൈ 14-ന്. ഇത് വിജയിച്ചോ പരാജയപ്പെട്ടോ? വിജയിച്ചു. ചന്ദ്രയാൻ 2-വിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട്, അതായത് ചന്ദ്രയാൻ 2-ന് ആ ഒരു ദൗത്യത്തിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ചന്ദ്രയാൻ 3 അയക്കുന്നത്. ഇതിന്റെ വാഹനം എന്ന് പറയുന്നത് LVM-3 ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3. GSLVയുടെ തന്നെയാണ് LVM-3. ഇതിങ്ങനെ ചോദിച്ചിട്ടുണ്ട്. LVM-3 ആണ് ചന്ദ്രയാൻ 3യുടെ വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത്, LVM-3. ഓക്കെ, ഇനി അടുത്തതാണ് മംഗൾയാൻ. മംഗൾയാൻ എന്തിനു പഠിക്കാൻ വേണ്ടി അയച്ചതാ? ചൊവ്വ ദൗത്യം. ചൊവ്വ ദൗത്യമാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ഗ്രഹാന്തര ദൗത്യമാണ്. നമ്മുടെ ചന്ദ്രൻ എന്ന് പറയുന്ന ഉപഗ്രഹമാണ്. ആദ്യമായിട്ട് ഒരു ഗ്രഹത്തെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് അയച്ച ദൗത്യമാണ് മംഗൾയാൻ എന്ന് പറയുന്നത്. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ആദ്യത്തെ ചൊവ്വ ദൗത്യമാണ്. ആദ്യമായിട്ട് ഇന്ത്യ ചൊവ്വയിലോട്ട് അയക്കുന്ന പേടകമാണ്. നമ്മുടെ ചൊവ്വ ദൗത്യത്തിന്റെ ആദ്യ ശ്രമത്തിൽ തന്നെ ഇന്ത്യ വിജയിച്ചു. ആദ്യ ശ്രമത്തിൽ വിജയിച്ച ആദ്യത്തെ രാജ്യം ഇന്ത്യയാണ്. മറ്റു രാജ്യങ്ങളൊക്കെ ആദ്യത്തെ ശ്രമത്തിൽ പരാജയപ്പെട്ടു. പക്ഷെ ചൊവ്വ ദൗത്യത്തിന്റെ ആദ്യ ശ്രമത്തിൽ തന്നെ വിജയിച്ച ആദ്യത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. മംഗൾയാൻ പദ്ധതിയുടെ ഔദ്യോഗികമായിട്ടുള്ള പേര് മാൾസ് ഓർബിറ്റർ മിഷൻ, MOM. മാൾസ് ഓർബിറ്റർ മിഷൻ ആണ് മംഗൾയാൻ പദ്ധതിയുടെ ഔദ്യോഗിക നാമം എന്ന് പറയുന്നത്. 2013 നവംബർ 15-നാണ് ഇത് വിക്ഷേപിക്കുന്നത്. 2013 നവംബർ 15-നാണ് വിക്ഷേപിക്കുന്നത്. വാഹനം PSLV C-25. മംഗൾയാൻ വിക്ഷേപിച്ച വാഹനം PSLV C-25 ആണ്. ഇത് ഭ്രമണപഥത്തിലെത്തിയത്, ചൊവ്വയുടെ ഭ്രമണപഥത്തിലെത്തിയത് 2014 സെപ്റ്റംബർ 24-നാണ്. 2014 സെപ്റ്റംബർ 24-നാണ് ഭ്രമണപഥത്തിലെത്തിയത്. ഓക്കെ, ഇത്രയാണ് മംഗൾയാനെ പറ്റി പറയുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് ആര്യഭട്ട. ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് ആര്യഭട്ട. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് ചോദിച്ചിട്ടുണ്ട്, വിക്രം സാരാഭായ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് വിക്രം സാരാഭായ്. ഓക്കെ, അടുത്തതാണ് ആദിത്യ L1. ആദിത്യ L1 എന്ന് പറയുന്നത് എന്തിനെ പറ്റിയിട്ടുള്ളതാ? എന്തിന്റെ ദൗത്യമാണ്? സൂര്യനെ പറ്റിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് അയച്ചതാണ് അല്ലെ. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ ഒബ്സർവേറ്ററി ക്ലാസ് ബഹിരാകാശത്തെ അടിസ്ഥാനമാക്കിയുള്ള സൗരോർജ ദൗത്യമാണ് ആദിത്യ L1 എന്ന് പറയുന്നത്. സൂര്യനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് അയച്ചതാണ് ആദിത്യ L1. 2023 സെപ്റ്റംബർ 2-നാണ് ആദിത്യ L1 വിക്ഷേപിച്ചത്. 2023 സെപ്റ്റംബർ 2-നാണ് വിക്ഷേപിച്ചത്. PSLV C-57. PSLV C-57 ആണ് ഇതിന്റെ വാഹനം എന്ന് പറയുന്നത്. PSLV C-57 ആണ്. പ്രധാനമായിട്ടും കൊറോണ, സൂര്യന്റെ ഓരോ ഭാഗങ്ങളെ പറ്റി, ലെയറുകളെ പറ്റിയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അതിൽ കൊറോണയെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വിക്ഷേപിച്ചത്. പ്രധാനമായിട്ടും എന്തിനാണ് വിക്ഷേപിച്ചത്? കൊറോണയെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടാണ് വിക്ഷേപിച്ചത്. ക്ലിയർ ആണോ? സൂര്യനെ പറ്റി അതുപോലെ മറ്റ് ഗ്രഹദൗത്യങ്ങളെ പറ്റിയൊക്കെ പഠിപ്പിച്ചതൊക്കെ. ചന്ദ്രയാൻ 1, ചന്ദ്രയാൻ 2, ചന്ദ്രയാൻ 3 ഏതാണ്? സൂര്യനെ കുറിച്ച് പറഞ്ഞത്. സൂര്യനെ പറ്റി പറഞ്ഞത് ഇന്ത്യയുടെ ആദ്യത്തെ സൗരോർജ ദൗത്യം, സൂര്യനെ പറ്റി പഠിക്കാനുള്ള ദൗത്യമായിരുന്നു ആദിത്യ L1 എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും സൂര്യന്റെ ലെയർ ആയിട്ടുള്ള, സൂര്യന്റെ ഏതൊക്കെ ഭാഗമുണ്ട്? ഏറ്റവും ഉള്ളിലത്തെ ഭാഗം ഏതാ? അകക്കാമ്പ്. അടുത്തത് കൊറോണ. ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞതല്ലേ? വികിരണ മേഖല, സംവഹന മേഖല,
ഫോട്ടോസ്ഫിയർ, ക്രോമോസ്ഫിയർ, കൊറോണ. ഓക്കെ, നമ്മള് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോ നമ്മൾ കാണുന്നത് ഏത് ഭാഗമാ? കൊറോണ. അകമാണോ? സൂര്യന്റെ ഏറ്റവും പുറമെയുള്ള പാളിയാണ് കൊറോണ എന്ന് പറയുന്നത്. ഓക്കെ, സൂര്യഗ്രഹണ സമയത്ത് മാത്രം ദൃശ്യമാകുന്നതാണ് ഈ ക്രോമോസ്ഫിയറും അതുപോലെ തന്നെ കൊറോണ എന്ന് പറയുന്നത്. അകക്കാമ്പ്, വികിരണ മേഖല, സംവഹന മേഖല, ഫോട്ടോസ്ഫിയർ, ക്രോമോസ്ഫിയർ, കൊറോണ. ഇതാണ് ഇതിന്റെ എന്തെന്ന് പറയുന്നത്, ഓരോ പാളി എന്ന് പറയുന്നത്. സൂര്യതാപത്തിന് കാരണമാകുന്ന വികിരണം ഏതാ? അൾട്രാവയലറ്റ് വികിരണമാണ്. ഓക്കെ, അതിനെപ്പറ്റി കൂടുതൽ നിങ്ങൾ ക്ലാസ് പഠിച്ചതാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. താഴെ പറയുന്ന ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? വ്യാഴം ഗലീലിയൻ വ്യൂഹം, ചൊവ്വ ചുവന്ന ഗ്രഹം, ശുക്രൻ വലിയ ഗ്രഹം, നെപ്റ്റ്യൂൺ കാറ്റുള്ള ഗ്രഹം. ശുക്രൻ വലിയ ഗ്രഹം. ഓപ്ഷൻ സി ആണ് ശുക്രൻ വലിയ ഗ്രഹം. ഓക്കെ, അടുത്ത ചോദ്യം, അടുത്ത ടോപ്പിക്കിലോട്ട് പോവുകയാണ്. മനുഷ്യ നേത്രങ്ങൾക്ക് വസ്തുക്കളെ വ്യക്തമായി കാണാൻ വേണ്ട കുറഞ്ഞ ദൂരം ടൈപ്പ് ചെയ്തിട്ടാൽ മതി. 10 സെന്റിമീറ്റർ, 15 സെന്റിമീറ്റർ, 25 സെന്റിമീറ്റർ, 35 സെന്റിമീറ്റർ. ഏതാ ഉത്തരം? ഓപ്ഷൻ സി ആണ് 25 സെന്റിമീറ്റർ ആണ് വ്യക്തമായ കാഴ്ചയ്ക്കുള്ള കുറഞ്ഞ ദൂരപരിധി എന്ന് പറയുന്നത്. ഓക്കെ, അൺമ്യൂട്ട് ചെയ്യണേ, സോറി മ്യൂട്ട് ചെയ്യണേ, സംസാരിക്കുന്നവര് ഓണാക്കി വെച്ചിരിക്കുന്ന ആള്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ്വിതീയ വർണ്ണമാണ്. ഈ ഓരോ ചോദ്യങ്ങൾ വായിക്കുമ്പോഴും അതിന്റെ ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യുക, ഉത്തരം ലാസ്റ്റ് പറയാം. ദ്വിതീയ വർണ്ണമാണ് പച്ച, മഞ്ഞ, നീല, ചുവപ്പ്. പച്ച, മഞ്ഞ, നീല, ചുവപ്പ്. മഞ്ഞ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, നീലപ്രകാശവും പച്ചപ്രകാശവും കൂട്ടിച്ചേർത്താൽ ഉണ്ടാകുന്ന നിറം? മഞ്ഞ, മജന്ത, സയൻ, മഞ്ഞ, ഓറഞ്ച്. നീലപ്രകാശവും പച്ചപ്രകാശവും കൂട്ടിച്ചേർത്താൽ ഉണ്ടാകുന്ന നിറം? മജന്ത, സയൻ, മഞ്ഞ, ഓറഞ്ച്. ഓപ്ഷൻ ബി സയൻ ആണ് ഉത്തരം. പ്രാഥമിക വർണ്ണം അല്ലാത്തത്? പച്ച, മഞ്ഞ, നീല, ചുവപ്പ്. മഞ്ഞ. ഓക്കെ, പ്രാഥമിക വർണ്ണങ്ങൾ ഏതൊക്കെയാ? പച്ച, നീല, ചുവപ്പ്. പ്രാഥമിക വർണ്ണങ്ങൾ 3 പ്രാഥമിക വർണ്ണങ്ങളാണ് ഉള്ളത്. പച്ച, നീല, ചുവപ്പ്. ഈ 3 പ്രാഥമിക വർണ്ണങ്ങളും കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന നിറം വെള്ള നിറമാണ്. പ്രാഥമിക വർണ്ണങ്ങൾ 3 പച്ചയും നീലയും ചുവപ്പും കൂടി ചേർന്നാൽ കിട്ടുന്ന നിറം, മ്യൂട്ട് ചെയ്ത് വെക്കണേ, ക്ലാസ് എടുക്കുന്ന സമയത്തൊന്ന് മ്യൂട്ട് ചെയ്ത് വെക്കണേ. ഓക്കെ, അപ്പം ഏതൊക്കെയാണ്? പച്ച, നീല, ചുവപ്പ്. ഇനി ദ്വിതീയ വർണ്ണങ്ങൾ എന്ന് പറയുമ്പോൾ 2 പ്രാഥമിക വർണ്ണങ്ങൾ ചേർന്നുണ്ടാകുന്ന നിറങ്ങളാണ് മഞ്ഞ, മജന്ത, സയൻ. മഞ്ഞ, മജന്ത, സയൻ. പച്ചയും ചുവപ്പും ചേർന്നാൽ മഞ്ഞ. പച്ചയും ചുവപ്പും ചേർന്നാൽ മഞ്ഞ. നീലയും ചുവപ്പും ചേർന്നാൽ മജന്ത. പച്ചയും നീലയും ചേർന്നാൽ സയൻ. ഓക്കെ, പച്ച, ചുവപ്പ്, മഞ്ഞ, നീല, ചുവപ്പ്, മജന്ത, പച്ച, നീല, സയൻ. മഞ്ഞ, മജന്ത, സയൻ. ഇതാണ് ദ്വിതീയ വർണ്ണങ്ങൾ എന്ന് പറയുന്നത്. ഈ 3 പ്രാഥമിക വർണ്ണങ്ങളും കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന നിറം ഏതാണെന്ന് പറഞ്ഞു? വെള്ള നിറമാണെന്ന് പറഞ്ഞു. പ്രാഥമിക ചായക്കൂട്ടുകൾ എന്ന് പറയുന്നത് ഈ പറയുന്ന ദ്വിതീയ വർണ്ണങ്ങളെയാണ്. പ്രാഥമിക ചായക്കൂട്ടുകൾ എന്ന് പറയുന്നത് ദ്വിതീയ വർണ്ണങ്ങളാണ്. ഏതൊക്കെയാ ദ്വിതീയ വർണ്ണങ്ങൾ? മഞ്ഞ, മജന്ത, സിയോ. മഞ്ഞ, മജന്ത, സയൻ. ഓക്കെ, അടുത്ത ചോദ്യം, വാഹനങ്ങളിൽ റിയർ വ്യൂ ദർപ്പണങ്ങളായി ഉപയോഗിക്കുന്നത്? കോൺവെക്സ് ദർപ്പണം, കോൺകേവ് ദർപ്പണം, കോൺവെക്സ് ലെൻസ്, കോൺകേവ് ലെൻസ്. ഏതാണ്? റിയർ വ്യൂ ദർപ്പണങ്ങൾ എന്ന് പറയുന്നത്
കോൺവെക്സ് ദർപ്പണമാണ്. ഓപ്ഷൻ എ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഷേവിംഗ് മിററായി ഉപയോഗിക്കാൻ കൂടുതൽ അനുയോജ്യമായത് ഡാഷ് ആണ്. ഷേവിംഗ് മിററായി ഉപയോഗിക്കാൻ കൂടുതൽ അനുയോജ്യമായത് ഡാഷ് ആണ്. കോൺകേവ് ദർപ്പണം, സമതല ദർപ്പണം, കോൺവെക്സ് ദർപ്പണം, കോൺവെക്സ് ലെൻസ്. ഷേവിംഗ് മിററായി ഉപയോഗിക്കാൻ കൂടുതൽ അനുയോജ്യമായത് കോൺകേവ് ദർപ്പണമാണ്. കോൺകേവ് ദർപ്പണം. ഓക്കെ, കോൺകേവ് ദർപ്പണം. ഇതിന്റെ ഉപയോഗങ്ങൾ, രണ്ട് ദർപ്പണങ്ങളുടെയും ഉപയോഗങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോൺകേവ് ദർപ്പണം നമ്മൾ ഏറ്റവും കൂടുതൽ, ദർപ്പണം എന്ന് പറയുമ്പോൾ കണ്ണാടി മിററാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ദർപ്പണം എന്ന് പറയുന്നത് കോൺകേവ് ദർപ്പണമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാ? കോൺവെക്സ് ലെൻസ് ആണ്. രണ്ടും വ്യത്യാസമുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ദർപ്പണം കോൺകേവ് ദർപ്പണം, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസ്. ഇനി കോൺകേവ് ദർപ്പണം എന്തിനൊക്കെ ഉപയോഗിക്കുന്നത്? ടോർച്ചിലെ റിഫ്ലക്ടർ ആയി, ഷേവിംഗ് മിററായിട്ട്, സോളാർ കുക്കറുകളില്, അതുപോലെ സിനിമാ പ്രൊജക്ടറുകളില്, മേക്കപ്പ് മിററായിട്ട്, ഡോക്ടർമാർ ഉപയോഗിക്കുന്ന ഹെഡ്ലൈറ്റുകളില്, അതുപോലെ കാറിലെ ഹെഡ്ലൈറ്റിലൊക്കെയാണ് കോൺകേവ് ദർപ്പണം ഉപയോഗിക്കുന്നത്. ടോർച്ചിലെ റിഫ്ലക്ടർ ആയിട്ട്, ഷേവിംഗ് മിററായിട്ട്, സോളാർ കുക്കറില്, സിനിമാ പ്രൊജക്ടറുകളില്, മേക്കപ്പ് മിററായിട്ട്, ഡോക്ടർമാർ ഉപയോഗിക്കുന്ന ഹെഡ്ലൈറ്റുകളില്, അതുപോലെ കാറിലെ ഹെഡ്ലൈറ്റിലൊക്കെയാണ് എന്ത് ഉപയോഗിക്കുന്നത്? കോൺകേവ് ദർപ്പണം കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. ഇനി കോൺവെക്സ് ദർപ്പണം യൂസ് ചെയ്യുന്നത് സ്ട്രീറ്റ് ലൈറ്റുകളില് റിഫ്ലക്ടർ ആയിട്ട്, അതുപോലെ റിയർ വ്യൂ ദർപ്പണമായിട്ട്, നമ്മുടെ പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വാഹനങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്നത്, അതാണ് റിയർ വ്യൂ ദർപ്പണം എന്ന് പറയുന്നത്. അതുപോലെ അതുകൂടാതെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാല് നമ്മള് അപകടം നടക്കാൻ സാധ്യതയുള്ള വലിയ വളവുകളില് അപകട സാധ്യത ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്? നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, കോൺവെക്സ് ദർപ്പണം സ്ഥാപിക്കാറുണ്ട്. വലിയ വളവുകളില് അപകടം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്? കോൺവെക്സ് ദർപ്പണം വെക്കാറുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം, മഴവില്ലിലെ 7 നിറങ്ങളിൽ തരംഗദൈർഘ്യം കൂടുതലും വിസരണം കുറഞ്ഞതുമായ നിറം ഏതാണ്? വയലറ്റ്, നീല, ചുവപ്പ്, മഞ്ഞ. ഏതാ? ചുവപ്പാണ്. വൈദ്യുതകാന്തിക സ്പെക്ട്രത്തിലെ ഏറ്റവും ഇടുങ്ങിയ ഭാഗമാണ് ദൃശ്യപ്രകാശം എന്ന് പറയുന്നത്. വൈദ്യുതകാന്തിക സ്പെക്ട്രം ഒക്കെ നിങ്ങൾക്ക് അറിയാം. ദൃശ്യപ്രകാശത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകവർണ്ണങ്ങൾ 7 എണ്ണമാണ്. ഏതൊക്കെയാ? വയലറ്റ്, സ്ക്രീന് കുറച്ച് ക്ലിയർ അല്ലല്ലോ. സ്ക്രീന് റേഞ്ചിന്റെ പ്രോബ്ലം കൊണ്ട് തോന്നുന്നതായിരിക്കാം. ആർക്കും കാണുന്നില്ലേ? ഓക്കെ, വൈദ്യുതകാന്തിക സ്പെക്ട്രത്തിലെ ഏറ്റവും ഇടുങ്ങിയ ഭാഗമാണ് ദൃശ്യപ്രകാശം എന്ന് പറയുന്നത്. 7 നിറങ്ങളാണുള്ളത്, എല്ലാവർക്കും അറിയാം. വിബ്ജിയോർ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഇതിൽ ഏറ്റവും തരംഗദൈർഘ്യം കുറവും ആവൃത്തി കൂടുതലുമായിട്ടുള്ള ഘടകവർണ്ണമാണ് വയലറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തരംഗദൈർഘ്യം കുറവും ആവൃത്തി കൂടുതലുമായിട്ടുള്ള നിറമാണ് വയലറ്റ് എന്ന് പറയുന്നത്. വിസരണം കൂടുതലായിരിക്കും. ഈ തരംഗദൈർഘ്യം കൂടുതലും ആവൃത്തി കുറവും വിസരണം കുറവുമായിട്ടുള്ള നിറമാണ് ചുവപ്പ് എന്ന് പറയുന്നത്. തരംഗദൈർഘ്യം കൂടുതലാണ്, വിസരണം കുറവാണ്, ആവൃത്തി കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ ട്രാഫിക് ലൈറ്റുകളിലൊക്കെ റെഡ് കളർ വെക്കുന്നതും അതുപോലെ അപകട സാധ്യത സൂചിപ്പിക്കാൻ വേണ്ടി ചുവപ്പ് നിറമൊക്കെ വെക്കുന്നത് അതുകൊണ്ടാണ്. തരംഗദൈർഘ്യം കൂടുതൽ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ദൂരം അത് സഞ്ചരിക്കും. വിസരണം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളിൽ തട്ടി പ്രകാശം ഭാഗികമായിട്ട് പ്രതിഫലിക്കുന്നതിനെയാണ് വിസരണം എന്ന് പറയുന്നത്. അപ്പോൾ പ്രകാശം കൂടുതൽ വിസരണമൊന്നും സംഭവിച്ച് നഷ്ടപ്പെട്ടു പോകാതെ കൂടുതൽ ദൂരം സഞ്ചരിക്കും. അതാണ് ചുവപ്പ് നിറം. ഇനി എല്ലാ നിറങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന നിറമാണ് വെള്ള. എല്ലാ നിറങ്ങളെയും ആഗിരണം ചെയ്യുന്ന നിറമാണ് കറുപ്പ്. എല്ലാ നിറങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന നിറം വെള്ള, എല്ലാ നിറങ്ങളെയും ആഗിരണം ചെയ്യുന്ന നിറം കറുപ്പ്. ഈ സയന്റിഫിക് ലബോറട്ടറികളിലെ അപകട സാധ്യത കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന നിറം ഏതാ? മഞ്ഞ. സയന്റിഫിക് ലബോറട്ടറികളില് അപകട സാധ്യത സൂചിപ്പിക്കുന്ന നിറം എന്ന് പറയുന്നത് മഞ്ഞ നിറമാണ്. അടുത്ത ചോദ്യം,
മഴവില്ലിന്റെ പുറമേ ഉള്ള നിറം, മഴവില്ലിന്റെ ഏറ്റവും പുറമേ ഉള്ള നിറമാണ് ചുവപ്പ്, നീല, വയലറ്റ്, മഞ്ഞ. ഏറ്റവും പുറത്തുള്ളത് ഏതാ? ചുവപ്പാണ്. ഏറ്റവും പുറത്ത് വരുന്നത് ചുവപ്പ് നിറം ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. ഒരു ഗ്ലാസ്സിലെ ജലത്തിൽ ചരിച്ചു വച്ചിരിക്കുന്ന പെൻസിൽ മുറിഞ്ഞതുപോലെ കാണുന്നതിന് കാരണം ഡാഷ് എന്ന പ്രതിഭാസമാണ്. പ്രതിപതനം, പ്രകീർണനം, വിസരണം, അപവർത്തനം. എന്താ അപവർത്തനം എന്ന് പറഞ്ഞാ? പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വേറൊരു മാധ്യമത്തിലേക്ക് പോകുമ്പോഴുണ്ടാകും. സാന്ദ്രത വ്യത്യാസമുള്ള രണ്ട് മാധ്യമങ്ങൾക്കിടയിലൂടെ, അല്ലെങ്കിൽ പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലോട്ട് സഞ്ചരിക്കുമ്പോൾ അതിന്റെ സഞ്ചാരപാതയ്ക്ക് ഉണ്ടാകുന്ന വ്യതിയാനത്തിനെയാണ് അപവർത്തനം എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും ഇതിന്റെ ഉദാഹരണങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. അപവർത്തനത്തിന്റെ ഉദാഹരണങ്ങൾ: നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണം ചോദിച്ചിട്ടുണ്ട്. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണം അപവർത്തനമാണ്. ജലം നിറച്ച ഗ്ലാസിന്റെ അടിയിൽ വെച്ചിരിക്കുന്ന നാണയം അല്പം ഉയർന്നു നിൽക്കുന്നതായിട്ട് തോന്നുന്നത്. ജലം നിറച്ച ഗ്ലാസിന്റെ അടിയിൽ വെച്ചിരിക്കുന്ന നാണയം അല്പം ഉയർന്നു നിൽക്കുന്നതായിട്ട് തോന്നുന്നത്. ജലത്തിൽ താഴ്ത്തി വച്ചിരിക്കുന്ന കമ്പ് വളഞ്ഞിരിക്കുന്നതായിട്ട് തോന്നുന്നത്. സ്ക്രീൻ ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ മിസ്റ്റർ, ക്ലിയർ. ഇപ്പൊ ക്ലിയർ ആണ് സർ. ഓക്കെ. ജലത്തിൽ താഴ്ത്തി വെച്ചിരിക്കുന്ന കമ്പ് വളഞ്ഞിരിക്കുന്നതായിട്ട് തോന്നുന്നത്. അതുപോലെ മരുഭൂമിയിലെ മരീചിക, അതുപോലെ ഈ ജലാശയങ്ങളുടെ അടിത്തട്ട് ഉയർന്നിരിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ ജലാശയങ്ങൾക്ക് ആഴം കുറഞ്ഞിരിക്കുന്നതായിട്ട് തോന്നുന്നത്. ഇതിനൊക്കെ കാരണം അപവർത്തനമാണ്. ഇതിന്റെ ഉദാഹരണങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തതാണ് വിസരണം. വിസരണം എന്ന് പറയുന്നത്, അതുപോലെ പ്രതിപതനം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രതലത്തിൽ തട്ടി പ്രകാശം തിരിച്ചു വരുന്ന പ്രതിഭാസമാണ് പ്രതിപതനം എന്ന് പറയുന്നത്. ഈ സിനിമാ ഹാളിലെ സിനിമാ പ്രദർശനത്തിന് സഹായിക്കുന്ന പ്രകാശ പ്രതിഭാസം എന്ന് പറയുന്നത് പ്രതിപതനമാണ്. പ്രകാശം അന്തരീക്ഷ വായുവിലെ പൊടിപടലങ്ങളിൽ തട്ടി ഉണ്ടാകുന്ന ഭാഗികമായ പ്രതിഫലനമാണ് വിസരണം. നേരത്തെ പറഞ്ഞതാണ്. ആകാശവും സമുദ്രജലവും, ആകാശവും ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. സ്ക്രീനിലുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. ഈ നെറ്റ്വർക്കിന് എന്തെങ്കിലും ഇഷ്യൂ കാരണമായിരിക്കും സ്ക്രീൻ ക്ലിയർ ഇല്ലാത്തത്. ആകാശവും സമുദ്രജലവും നീല നിറത്തിൽ കാണപ്പെടുന്നതിന് കാരണം എന്താണ്? വിസരണമാണ്. അതുപോലെ ഉദയാസ്തമയ സമയങ്ങളിൽ, സൂര്യൻ ഉദിക്കുന്ന സമയത്തും അതുപോലെ അസ്തമിക്കുന്ന സമയത്തും, സൂര്യന്റെ ഉദയാസ്തമയ സമയങ്ങളിൽ എന്തായിട്ട് സൂര്യനും ചക്രവാളവും ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്നതിന് കാരണവും ഈ പറഞ്ഞ വിസരണമാണ്. ആകാശം നീല നിറത്തിൽ കാണുന്ന വിസരണ. അതെ, ആകാശം നീല നിറത്തിൽ കാണുന്നതും അതുപോലെ തന്നെ കടല്, സമുദ്രം നീല നിറത്തിൽ കാണുന്നതിന് കാരണവും വിസരണമാണ്. ഇനി ഈ വിസരണവുമായി ബന്ധപ്പെട്ട് കടലിന്റെ നീല നിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ ആരാ? CV രാമനാണ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഇത് ചോദിക്കാറുണ്ട്. CV രാമൻ 1900 എന്നാ കണ്ടുപിടിച്ചത്? ഫെബ്രുവരി 28-നാണ്. ഏത് വർഷമാ? 1928. അതെ, 1928 ഫെബ്രുവരി 28. അന്ന് ആണ് എന്ത് ചെയ്തത്? ഈ പറഞ്ഞ കടലിന്റെ നീല നിറത്തിന് വിശദീകരണം ആയിട്ടുള്ള രാമൻ പ്രഭാവം കണ്ടുപിടിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് രാമൻ പ്രഭാവത്തിന്റെ കണ്ടുപിടുത്തത്തിന് നൊബേൽ പ്രൈസ് കിട്ടി. ഫിസിക്സില്, ഭൗതിക ശാസ്ത്രത്തില് നൊബേൽ സമ്മാനം ലഭിച്ചു. നൊബേൽ സമ്മാനം ലഭിച്ച ആദ്യത്തെ ഏഷ്യക്കാരനാണ്. ഭൗതിക ശാസ്ത്രത്തില്, ഫിസിക്സില് നൊബേൽ പ്രൈസ് കിട്ടിയ ആദ്യത്തെ ഏഷ്യക്കാരനായിരുന്നു CV രാമൻ എന്ന് പറയുന്നത്. ആദ്യത്തെ ഏഷ്യക്കാരനാവുമ്പോൾ ആദ്യത്തെ ഇന്ത്യക്കാരനുമാണ്. ഭൗതിക ശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ച ആദ്യ ഇന്ത്യക്കാരനാണ് CV രാമൻ. ഫെബ്രുവരി 28-നാണ് അദ്ദേഹം എന്ത് ചെയ്തത്? 1928 ഫെബ്രുവരി 28-നാണ് എന്ത് ചെയ്തത്? ഈ പറയുന്ന രാമൻ പ്രഭാവം കണ്ടെത്തിയത്. രാമൻ പ്രഭാവം കടലിന്റെ നീല നിറത്തിനുള്ള വിശദീകരണമാണ്. അതിന് കാരണം വിസരണമാണ് എന്നുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫെബ്രുവരി 28-ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ദേശീയ ശാസ്ത്ര ദിനമായിട്ട് ആചരിക്കുന്നു. അപ്പൊ ലോക ശാസ്ത്ര ദിനം എന്നാ? എന്നാ? ഫെബ്രുവരി 28 എന്താണ്? ദേശീയ ശാസ്ത്ര ദിനമാണ്. ഞാൻ ചോദിച്ചത് ലോക ശാസ്ത്ര ദിനം. നവംബർ 10.
അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നവംബർ 10 നവംബർ 10 ലോക ശാസ്ത്ര ദിനം. ദേശീയ ശാസ്ത്ര ദിനം ഫെബ്രുവരി 28. അതുപോലെ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഫെബ്രുവരി 28 പ്രത്യേകത എന്താണ്? സി വി രാമന്റെ ജന്മദിനമാണോ, രാമൻ പ്രഭാവം കണ്ടെത്തിയ ദിനമാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്. അതിനെ ഓർക്കുക, ദേശീയ ശാസ്ത്ര ദിനമായിട്ട് ആചരിക്കാൻ കാരണം ഫെബ്രുവരി 28 1928 സി വി രാമൻ പ്രഭാവം കണ്ടെത്തിയതിനോടുള്ള ബഹുമാനാർത്ഥമാണ്. ഓക്കെ, അടുത്ത ചോദ്യം. നവംബർ 10 പ്രാധാന്യം എന്ത്? നമ്മളിപ്പോ പറഞ്ഞ കാര്യം. നവംബർ 10 പ്രാധാന്യം എന്ത്? ദേശീയ ശാസ്ത്ര ദിനം, ലോക ശാസ്ത്ര ദിനം, ലോക പരിസര ദിനം, ലോക ജൈവ വൈവിധ്യ ദിനം. ഏതാ? ലോക സ്ക്രീൻ ഒന്ന് കാണിച്ചു തരുമോ? ലോക ശാസ്ത്ര ദിനമാണ്. ദേശീയ ശാസ്ത്ര ദിനം ഫെബ്രുവരി 28. പരിസര ദിനം എന്നാ? ലോക പരിസര ദിനം ജൂൺ 5. ലോക ജൈവ വൈവിധ്യ ദിനം മെയ് 22. ഓക്കെ, ലോക ജൈവ വൈവിധ്യ ദിനം മെയ് 22. ദേശീയ ശാസ്ത്ര ദിനം, ലോക ശാസ്ത്ര ദിനം നവംബർ 10, ദേശീയ ശാസ്ത്ര ദിനം ഫെബ്രുവരി 28, ലോക പരിസര ദിനം ജൂൺ 5, ലോക ജൈവ വൈവിധ്യ ദിനം മെയ് 22. ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനമായി തിരഞ്ഞെടുത്തതിന്റെ കാരണം സി വി രാമന്റെ ജന്മദിനം, ഐസക് ന്യൂട്ടന്റെ ജന്മദിനം, DNA കണ്ടുപിടുത്തത്തിന്റെ ഓർമ്മയ്ക്ക് രാമൻ പ്രഭാവം പ്രഖ്യാപിക്കപ്പെട്ട ദിനം. ഓപ്ഷൻ ഡി ആണല്ലേ, രാമൻ പ്രഭാവം പ്രഖ്യാപിക്കപ്പെട്ട ദിനം. അടുത്ത ചോദ്യം. ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസ്, കോൺകേവ് ലെൻസ്, ബൈഫോക്കൽ ലെൻസ്, സിലിണ്ടറിക്കൽ ലെൻസ്. ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഏതാ? കോൺവെക്സ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസിന് എന്തിനാ നമ്മൾ ഉപയോഗിക്കുന്നത്? നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ ലെൻസുകളിൽ ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. ദർപ്പണം വരുമ്പോൾ കോൺകേവ് ദർപ്പണമാണെന്ന് നമ്മൾ പഠിച്ചു. ഈ കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്യുന്നത് വസ്തുക്കളെ വലുതായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. എന്ത് ചെയ്യുന്നത്? കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുന്നത്. ഇതിനെ മാഗ്നിഫയിങ് ഗ്ലാസ് ആയിട്ട് ഉപയോഗിക്കുന്നു. മൈക്രോസ്കോപ്പിലും ടെലിസ്കോപ്പിലും ഉപയോഗിക്കുന്നു. നമുക്കറിയാലോ, മൈക്രോസ്കോപ്പിലും ടെലിസ്കോപ്പിലും ഒക്കെ വസ്തുക്കളെ വലുതായിട്ട് കാണാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇതിനെ പറയുന്ന മറ്റൊരു പേരാണ് സംവ്രജന ലെൻസ്. കൺവേർജിങ് ലെൻസ്. വസ്തുക്കളെ വലുതായിട്ട് കാണാൻ വേണ്ടി ഉപയോഗിക്കുന്നു. മാഗ്നിഫയിങ് ഗ്ലാസ് ആയിട്ട് ഉപയോഗിക്കുന്നു. മൈക്രോസ്കോപ്പിലും ടെലിസ്കോപ്പിലും ഉപയോഗിക്കുന്നു. സംവ്രജന ലെൻസ് ആണ്. ദീർഘദൃഷ്ടി പരിഹരിക്കാൻ വേണ്ടി കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുന്നു. ഇനി കോൺകേവ് ലെൻസോ? വിവ്രജന ലെൻസ് ആണ്. ഇതിനെ പറയുന്ന മറ്റൊരു പേരാണ് വിവ്രജന ലെൻസ്. ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. എന്താ ദീർഘദൃഷ്ടി എന്ന് പറഞ്ഞാല്? ദൂരെയുള്ളവയെ കാണാൻ പറ്റുന്ന, അടുത്തുള്ള വസ്തുക്കളെ കാണാൻ പറ്റും. ദീർഘദൃഷ്ടി പേര് തന്നെ ഉണ്ട്. ദീർഘദൃഷ്ടി, ദൂരെയുള്ളത് കാണാം, അകലെയുള്ളത് വ്യക്തമായിട്ട് കാണാൻ പറ്റും, പക്ഷെ അടുത്തുള്ളത് എന്ത് ചെയ്യാൻ പറ്റില്ല? കാണാൻ പറ്റില്ല. ഇതാണ് ദീർഘദൃഷ്ടി എന്ന് പറയുന്നത്. ഇതിന് പറയുന്ന മറ്റൊരു പേരാണ് ഹൈപ്പർമെട്രോപ്പിയ. ദീർഘദൃഷ്ടിക്ക് പറയുന്ന മറ്റൊരു പേരാണ് ഹൈപ്പർമെട്രോപ്പിയ. ദീർഘദൃഷ്ടി പരിഹരിക്കുന്നതിന് കോൺവെക്സ് ലെൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഇനി ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ നമ്മൾ പറഞ്ഞു കോൺകേവ് ലെൻസ് ആണ് ഉപയോഗിക്കുന്നത് പറഞ്ഞു. ഈ ഹ്രസ്വദൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്താ? വ്യക്തമായി കാണാം, അകലെയുള്ള വസ്തുക്കളെ കാണാം. അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായിട്ട് കാണാൻ പറ്റും, പക്ഷെ അകലെയുള്ള വസ്തുക്കളെ എന്ത് ചെയ്യാൻ പറ്റില്ല? വ്യക്തമായിട്ട് കാണാൻ വേണ്ടി പറ്റില്ല. ഇതാണ് ഹ്രസ്വദൃഷ്ടി എന്ന് പറയുന്നത്. ദീർഘദൃഷ്ടി എന്ന് പറയുന്നത് അകലെയുള്ളത് വ്യക്തമായിട്ട് കാണാം, അടുത്തുള്ളത് കാണാൻ പറ്റില്ല. ഹ്രസ്വദൃഷ്ടി എന്ന് പറയുമ്പോൾ അടുത്തുള്ളത് വ്യക്തമായിട്ട് കാണാം, അകലെയുള്ളത് വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല. ഇനി ഹ്രസ്വദൃഷ്ടിക്ക് പറയുന്ന മറ്റൊരു പേരാണ് മയോപ്പിയ എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. മയോപ്പിയ. ദീർഘദൃഷ്ടി ഹൈപ്പർമെട്രോപ്പിയ, ഹ്രസ്വദൃഷ്ടി മയോപ്പിയ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരു സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? വസ്തുവിന്റെ വലിപ്പവും പ്രതിബിംബത്തിന്റെ വലിപ്പവും വ്യത്യസ്തമായിരിക്കും. പ്രതിബിംബത്തിന് പാർശ്വിക വിപര്യം സംഭവിച്ചിരിക്കും. പ്രതിബിംബത്തിന് പാർശ്വിക വിപര്യം സംഭവിക്കുന്നില്ല. വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമായിരിക്കില്ല.
ഏതാണ്? എ, ഓപ്ഷൻ ബി, ഏതാ ശരി ഉത്തരം ഏതാ? സി. ഓപ്ഷൻ ബി ആണ്. പ്രതിബിംബത്തിന് പാർശ്വിക വിപര്യം എന്ത് ചെയ്തിട്ടുണ്ടാവും? സംഭവിച്ചിരിക്കും. പാർശ്വിക വിപര്യം സംഭവിച്ചിരിക്കും എന്നുള്ളതാണ്. സമതല ദർപ്പണം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മുഖം നോക്കാനൊക്കെ ഉപയോഗിക്കുന്ന ദർപ്പണമാണ് സമതല ദർപ്പണം എന്ന് പറയുന്നത്. ഉപരിതലം സമതലമായിട്ടുള്ള ദർപ്പണമാണ് എന്തെന്ന് പറയുന്നത്? സമതല ദർപ്പണം എന്ന് പറയുന്നത്. ഒരു സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷതകൾ എന്ന് പറയുമ്പോൾ വസ്തുവിന്റെ വലിപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിന്റെ. നമ്മൾ മുഖം നോക്കുമ്പോൾ നമ്മുടെ അതേ വലിപ്പം തന്നെയാണ് എന്ത് ചെയ്യുന്നത്? കണ്ണാടിയിലും കാണാൻ പറ്റുന്നത്. വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും പ്രതിബിംബവും ദർപ്പണവും തമ്മിലുള്ള അകലവും തുല്യമാണ്. നമ്മളും കണ്ണാടിയും തമ്മിലുള്ള ആ ഒരു അകലവും കണ്ണാടിയും അതിലുള്ള പ്രതിബിംബവും തമ്മിലുള്ള അകലവും, നമ്മുടെ പ്രതിബിംബം ആണെങ്കിൽ നമ്മൾ എത്ര അകലത്തിലാണോ നിൽക്കുന്നത് അതേ അകലത്തിലായിരിക്കും പ്രതിബിംബം കാണാൻ പറ്റുന്നത്. പ്രതിബിംബത്തിന് പാർശ്വിക വിപര്യം സംഭവിച്ചിരിക്കും എന്ന് പറയുമ്പോൾ എന്താ? നമ്മുടെ വലതുവശം, ഇപ്പൊ ഈ ഫിഗർ നോക്കിക്കേ, കുട്ടിയുടെ വലതുവശം അതിന് ഇടതുവശമായിട്ടാണ് കാണപ്പെടുന്നത്. നമ്മുടെ വലതു ഭാഗം കണ്ണാടിയിൽ ഇടതു ഭാഗമായിട്ട് കാണപ്പെടും. ഇതിനെയാണ് പാർശ്വിക വിപര്യം എന്ന് പറയുന്നത്. പ്രതിബിംബത്തിന് പാർശ്വിക വിപര്യം സംഭവിച്ചിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വെള്ളെഴുത്തുള്ളവർക്ക്, വെള്ളെഴുത്ത് പ്രസ് ബയോപ്പിയ, വെള്ളെഴുത്തുള്ളവർക്ക് നിർദ്ദേശിച്ചിരിക്കുന്ന ലെൻസ് ഏതാണ്? വെള്ളെഴുത്ത്. കോൺകേവ് ലെൻസ്, കോൺവെക്സ് ലെൻസ്, കോണ്ടാക്ട് ലെൻസ്, ബൈ കോൺകേവ് ലെൻസ്. വെള്ളെഴുത്ത് പ്രസ് ബയോപ്പിയ, കോൺകേവ് ലെൻസ്, കോൺവെക്സ് ലെൻസ്, കോണ്ടാക്ട് ലെൻസ്, ബൈ കോൺകേവ് ലെൻസ്. ഏതാ? കോൺവെക്സ് ലെൻസ് ആണ് കേട്ടോ. കോൺവെക്സ് ലെൻസ് ആണ് വെള്ളെഴുത്തുള്ളവർക്ക് നിർദ്ദേശിച്ചിരിക്കുന്ന ലെൻസ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തരംഗ ദൈർഘ്യം ഏറ്റവും കുറവായിട്ടുള്ള നിറം ഏത്? നമ്മൾ പഠിച്ചതാണ്. തരംഗ ദൈർഘ്യം കുറവായിട്ടുള്ള നിറം ഏത്? വയലറ്റ്, പച്ച, നീല, ചുവപ്പ്. ഏതാ? വയലറ്റ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. ട്രാഫിക് സിഗ്നലുകളിൽ ചുവന്ന ലൈറ്റ് ഉപയോഗിക്കുന്നതിന് കാരണം തരംഗ ദൈർഘ്യം കൂടിയത് കൊണ്ടും വിസരണം കുറവായത് കൊണ്ടും, തരംഗ ദൈർഘ്യവും വിസരണവും കുറവായത് കൊണ്ട്, തരംഗ ദൈർഘ്യവും വിസരണവും കൂടിയത് കൊണ്ട്, തരംഗ ദൈർഘ്യം കുറവും വിസരണം കൂടിയത് കൊണ്ടും. ഏതാണ്? തരംഗ ദൈർഘ്യം കൂടിയത് കൊണ്ടും വിസരണം കുറവായത് കൊണ്ടുമാണ് എന്ത് ചെയ്യുന്നത്? ട്രാഫിക് സിഗ്നലുകളിൽ ചുവന്ന ലൈറ്റ് ഉപയോഗിക്കുന്നത്. അപ്പൊ ലൈറ്റിൻ്റെത് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒരു മിനിറ്റ്. യൂട്രോഫിക്കേഷൻ എന്ന പദവുമായി ബന്ധപ്പെട്ടത് ഏത്? യൂട്രോഫിക്കേഷൻ എന്ന പദവുമായി ബന്ധപ്പെട്ടത് ഏത്? ജലമലിനീകരണം, വായു മലിനീകരണം, മണ്ണ് മലിനീകരണം, ശബ്ദ മലിനീകരണം. ജലമലിനീകരണമാണ് യൂട്രോഫിക്കേഷൻ എന്ന പദവുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഈ യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താ? ജലത്തിൽ ഏതിന്റെ അളവ് കുറയുന്നതാ? ഓക്സിജന്റെ അളവ് കുറയുന്ന അവസ്ഥയാണ്. ജലത്തില് നമ്മൾ മലിനീകരണം കൂടുമ്പോൾ, ജലമലിനീകരണം കൂടുന്ന സമയത്ത് അതിലുള്ള ആൽഗകളുടെയും അതുപോലെയുള്ള ഓക്സിജന്റെ അളവ് കുറയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മാലിന്യത്തിന്റെ തോത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഏത് വാതകത്തിന്റെ അളവാണ് പ്രധാനമായിട്ടും കണക്കാക്കുന്നത്? ജലമാലിന്യത്തിന്റെ തോത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഏത് വാതകത്തിന്റെ അളവാണ് പ്രധാനമായും കണക്കാക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്, ഓക്സിജൻ, ഫ്ലൂറിൻ. ഓക്സിജൻ ആണ് നമ്മൾ പറഞ്ഞു. ഓക്കെ, പഠിതാവിന്റെ പ്രായം, പ്രകൃതം, സർഗാത്മകത, സ്വാതന്ത്ര്യം തുടങ്ങിയവയ്ക്ക് അവസരം നൽകിക്കൊണ്ട് പഠന സന്ദർഭങ്ങൾ ഒരുക്കുന്ന രീതി. The learning approach that creates learning atmosphere by considering the learner's age, nature, creativity and freedom is ശിശു കേന്ദ്രീകൃതം, പരിസരബന്ധിതം, പ്രവർത്തനാധിഷ്ഠിതം, പ്രക്രിയാബന്ധിതം. ഏതാണ്? ശിശു കേന്ദ്രീകൃതം. ശരിയാണ്. നമുക്കറിയാം, കുട്ടിക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഇതാണ് ശിശു കേന്ദ്രീകൃതം എന്ന് പറയുന്നത് അല്ലേ? കുട്ടിയുടെ പ്രായവും പ്രകൃതവും സർഗാത്മകതയും സ്വാതന്ത്ര്യവും ഒക്കെ അവസരം കൊടുത്തിട്ടുള്ളതാണ് ശിശു കേന്ദ്രീകൃതം എന്ന് പറയുന്നത്.
അടുത്ത ക്വസ്റ്റ്യൻ, വിവരവിനിമയ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയുള്ള പഠനബോധന പ്രവർത്തനങ്ങൾ ലോവർ പ്രൈമറി സ്കൂളുകളിൽ നടപ്പാക്കുന്നതിന് വേണ്ടി കേരള വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയ കൈപ്പുസ്തകം കളിപ്പെട്ടി ഈ വിദ്യ സമഗ്ര കളിപ്പാട്ടം ഏതാ? കളിപ്പെട്ടി ശരിയാണ്. ജന്തുക്കളുടെ വർഗീകരണത്തിൽ പൂച്ച, പട്ടി, ആന, വവ്വാൽ, തിമിംഗലം എന്നിവ ഒരേ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് എന്തുകൊണ്ട്? ഇപ്പൊ കരയിൽ ജീവിക്കുന്നു, 4 കാലുകളുണ്ട്, കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു, ചെവിക്കുട കാണുന്നു. ഏതാണ്? കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു. ഓക്കെ. ഇന്ത്യയുടെ ദേശീയ വൃക്ഷം പൈൻമരം, ചന്ദനമരം, കണിക്കൊന്ന, ആൽമരം. എല്ലാവർക്കും അറിയുന്നതാണ്. താഴെ പറയുന്നതിൽ വാസഗൃഹം സ്വയം നിർമ്മിക്കാത്ത ജീവി? തത്ത, സിംഹം, എലി, മണ്ണിര. ഇലകളിലെ സ്ഥിരാവിന്യാസം പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ പഠനതന്ത്രം? ചിത്രം നിരീക്ഷിക്കൽ, ലഘു പരീക്ഷണം, നിരീക്ഷണം, ചർച്ച. നിരീക്ഷണം. ഓക്കെ. ഇലകളില് എത്ര തരത്തിലുള്ള സ്ഥിരവിന്യാസമാ ഉള്ളത്? 2 തരത്തിലുള്ള. ഏതൊക്കെയാ? സമാന്തര സ്ഥിരവിന്യാസം, ജാലിക സ്ഥിരവിന്യാസം. ഓക്കെ. ഇന്നത്തെ ക്ലാസ്സിന്റെ സമയം നമുക്ക് കഴിഞ്ഞു. അപ്പം ഇതിനകത്ത് ഇനി 1-2 ടോപ്പിക്കുകളും കൂടി ഇമ്പോർട്ടന്റ്, രോഗങ്ങളും ഫുഡൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഇനി കലാശക്കൊട്ടിന് നമ്മൾ എല്ലാം ഡിസ്കസ് ചെയ്യും. ഈ പറയുന്ന ഭാഗങ്ങളും അതുപോലെ ഇനി ഇതിൽ കവർ ആകാത്ത ബാക്കിയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളെല്ലാം നമ്മൾ കലാശക്കൊട്ടിന് എടുക്കും. അതുകൊണ്ട് ആരും ടെൻഷൻ ആവണ്ട, നന്നായിട്ട് പഠിക്കുക. ഏതാണ്? അപവർത്തനമില്ലേ, അതൊന്ന് ക്ലിയർ. അപവർത്തനം എന്ന് പറയുന്നത് 2 മാധ്യമങ്ങൾ. ഇപ്പോ ജലം ഒരു മാധ്യമമാണ്, വായു ഒരു മാധ്യമമാണ്. ഇപ്പൊ 2 മാധ്യമങ്ങളുടെ സാന്ദ്രത വ്യത്യാസം. സാന്ദ്രത എന്ന് പറയുമ്പോൾ പ്രകാശത്തെ കടത്തിവിടാനുള്ള ഓരോ മാധ്യമത്തിന്റെയും കഴിവിനെയാണ് പ്രകാശ സാന്ദ്രത എന്ന് പറയുന്നത്. ഒരു മാധ്യമത്തിലുള്ള പ്രകാശം അടുത്തൊരു മാധ്യമത്തിലോട്ട് കടന്നു പോകുന്ന സമയത്ത് അതിന്റെ പ്രകാശപാതയ്ക്ക് അത് പോകുന്ന വഴിക്ക് ഒരു തടസ്സം വരും, ചെറിയൊരു വ്യത്യാസം വരും. അതിനെയാണ് അപവർത്തനം എന്ന് പറയുന്നത്. ഇതിന്റെ ഉദാഹരണങ്ങൾ, അപവർത്തനം സംഭവിക്കുന്നതിന്റെ ഉദാഹരണങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നത്, അതുപോലെ മരുഭൂമിയിലെ മരീചിക, ഈ ഒരു വെള്ളത്തിൽ താഴ്ത്തി വെച്ചിരിക്കുന്ന കമ്പ് ഒടിഞ്ഞിരിക്കുന്നതായിട്ട് തോന്നുന്നത്, ഒരു ഗ്ലാസ്സില് വെള്ളത്തിൽ വെച്ചിരിക്കുന്ന നാണയം ഉയർന്നിരിക്കുന്നതായിട്ട് തോന്നുന്നത്, ജലാശയങ്ങളുടെയൊക്കെ ആഴം കുറഞ്ഞിരിക്കുന്നതായിട്ട് തോന്നുന്നു. നല്ല പ്രകാശമുള്ള സമയത്തൊക്കെ ഈ കുളം, ആറ് അതുപോലുള്ള സ്ഥലങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആഴം കുറവായിട്ട് തോന്നും, അടിത്തട്ട് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും എന്ന് പറയുന്നത് ഈ പറയുന്ന അപവർത്തനത്തിനൊക്കെ ഒരു ഉദാഹരണമായിട്ട് കാണാം. ഇതാണ് അപവർത്തനം. 2 മാധ്യമങ്ങളിലൂടെ പ്രകാശം സഞ്ചരിക്കുമ്പോൾ അതിന്റെ സഞ്ചാരപാതയിൽ വ്യത്യാസം വരുന്നു. ഇതാണ് അപവർത്തനം. സംശയമുണ്ടോ? മനസ്സിലാക്കി. മറ്റെന്തെങ്കിലും ഭാഗങ്ങള് സംശയമുണ്ടോ ആർക്കെങ്കിലും? പ്രകീർത്തനം കൂടി ഒന്നുകൂടി പറയോ? ഏതാണ്? പ്രകീർണനമാണോ? ഏതാ? അതെ. പ്രകീർണനം എന്ന് പറഞ്ഞ എന്താ? പ്രകീർണനം എന്ന് പറയുന്നത് ആക്ച്വലി അതിനെപ്പറ്റി വിശദമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനില്ല. മഴവിൽ ഉണ്ടാകുന്നതിനുള്ള ഒരു കാരണം പ്രകീർണനമാണ്. ഒന്നിൽ കൂടുതൽ വർണ്ണങ്ങൾ, ഇപ്പൊ നമുക്കറിയാലോ, നമ്മുടെ വൈറ്റ് ലൈറ്റ് എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ നിറങ്ങളുള്ള ലൈറ്റ് ആണ്. ഇപ്പൊ 7 നിറങ്ങളുണ്ട്. വിബ്ജിയോറുള്ള 7 നിറങ്ങളുള്ള ലൈറ്റിനെയാണ് വൈറ്റ് ലൈറ്റ് അല്ലെങ്കിൽ സമന്വിത പ്രകാശം എന്ന് പറയുന്നത്. അതുപോലെ ധവള പ്രകാശം എന്നൊക്കെ പറയുന്നത് ഈ വൈറ്റ് ലൈറ്റിനെയാണ്. ഈ സമന്വിത പ്രകാശം അല്ലെങ്കിൽ ഈ വൈറ്റ് ലൈറ്റ് അതിന്റെ ഘടകവർണ്ണങ്ങളായിട്ട് പിരിയുന്ന പ്രതിഭാസമാണ് പ്രകീർണനം എന്ന് പറയുന്നത്. ഘടകവർണ്ണങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. 7 നിറങ്ങളായിട്ട് ഈ പറയുന്ന വെളുത്ത ലൈറ്റ്, വെള്ളപ്രകാശം, അതിലുള്ള 7 നിറങ്ങളായിട്ട് പിരിഞ്ഞു വരുന്ന പ്രതിഭാസത്തിനെയാണ് എന്ത് പറയുന്നത്? പ്രകീർണനം എന്ന് പറയുന്നത്. ഇപ്പൊ മഴവില്ല് നമുക്കറിയാം 7 നിറങ്ങളുണ്ട്. ഈ മഴവില്ല് എന്ന് പറയുന്നത് ഈ പറയുന്ന വൈറ്റ് ലൈറ്റ് ഘടകവർണ്ണങ്ങളായിട്ട് പിരിഞ്ഞു വരുന്ന പ്രതിഭാസമാണ്. മഴവില്ലുണ്ടാകുന്നതിനുള്ള ഒരു കാരണം പ്രകീർണനമാണ്. മറ്റ് 2 കാരണങ്ങൾ കൂടെ ഉണ്ട്. മറ്റൊരു കാരണം എന്ന് പറയുന്നത് അപവർത്തനം. പ്രകാശ പ്രകീർണനത്തിന്റെ മറ്റൊരു കാരണം അപവർത്തനമാണ്. ഇനി ഒരു കാരണം കൂടെ ഉണ്ട്. ആർക്കെങ്കിലും അറിയാമോ? പൂർണ്ണാന്തര പ്രതിഫലനം. ഓക്കെ, പൂർണ്ണാന്തര പ്രതിഫലനമാണ് മറ്റൊരു കാരണം എന്ന് പറയുന്നത്. അപ്പോൾ മഴവില്ലുണ്ടാകുന്നതിന് 3 കാരണങ്ങളുണ്ട്: പ്രകീർണനം, ഡിസ്പേർഷൻ, അപവർത്തനം, റിഫ്രാക്ഷൻ. പൂർണ്ണാന്തര പ്രതിഫലനം, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഓക്കെ, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ? ഓക്കെ മിസ്, താങ്ക് യു.
എന്തെങ്കിലും സംശയമുണ്ടോ ആർക്കെങ്കിലും? ആ മഴവിലുണ്ടാവണതിന് കാരണം എന്താന്ന് ചോദിച്ചത് ഈ ഓപ്ഷനിൽ ഇത് മൂന്നും ഉണ്ടെങ്കിൽ നമ്മൾ പ്രകീർണനോ അല്ലേ സെലക്ട് ചെയ്യണ്ട? 3 മാസമായിരിക്കും, ഒരെണ്ണം കൂടെ കാണുമല്ലോ, ഇവയെല്ലാം കാണും. കാര്യം ഇത് 3 അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് കംപ്ലൈന്റിന് പോകാൻ പറ്റും, കേസ് കൊടുക്കാൻ പറ്റും. കാര്യം ഇത് 3 കാരണങ്ങൾ കൊണ്ട് മഴവിലുണ്ടാകും. ഓക്കെ. ഓക്കെ, ഇവയെല്ലാം എന്നൊരു ഓപ്ഷനും കൂടെ കാണും. കാര്യം ഇത് 3 കാരണമാണ്. പ്രകീർണനം എന്ന് പറയുന്ന ഒരു കാരണമാണ്. പ്രകീർണനം സംഭവിക്കുന്നത് തന്നെ ഈ അപവർത്തനം എന്ന് പറയുന്ന ഒരു കാരണമുണ്ട്. അതിൽ തന്നെ ഈ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ പൂർണ്ണാന്തര പ്രതിഫലനം എന്ന് പറഞ്ഞ ഒരു കാരണമുണ്ട്. സപ്പോസ് ഈ 3 ഓപ്ഷനും ചോദിച്ചിട്ട് വേറൊരെണ്ണമാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ പ്രകീർണനം എഴുതിയാലും മറ്റേത് കൊടുത്താലും മതി, എന്നിട്ട് നമുക്ക് കേസ് കൊടുക്കാം. അങ്ങനത്തെ ക്വസ്റ്റ്യൻ അങ്ങനെ വരില്ല, അത്രയും ഇതായിട്ടുള്ള ക്വസ്റ്റ്യൻ വരത്തില്ല എന്തായാലും. ഇനി മറ്റെന്തെങ്കിലും സംശയം ഉണ്ടോ ഇന്നത്തെ ക്ലാസ്സിന്? നന്നായിട്ട് പഠിക്കുക. ഇതിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളെല്ലാം വീണ്ടും വീണ്ടും ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കുക. നിങ്ങളുടെ റെക്കോർഡഡ് ക്ലാസ് കാണുക, ലൈവിന്റെ റെക്കോർഡഡ് ക്ലാസ് ഒക്കെ കാണുക. ഇനി ബാക്കിയെല്ലാം ഇപ്പൊ നമുക്ക് ഇന്ന് എടുക്കാൻ പറ്റാത്ത ഭാഗങ്ങളെല്ലാം നമ്മൾ ഇനി കലാശക്കൊട്ടിന് എടുക്കും. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എല്ലാവർക്കും ലീവ് ആവാം. താങ്ക് യു. Thank you, teacher. മിസ്. താങ്ക് യു മിസ്. താങ്ക് യു മിസ്. താങ്ക് യു.